അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഹൃദയത്തിലേറ്റുവാങ്ങി ക്രിസ്തുവിന് വേണ്ടിയിട്ട് മരണം വരെ സാക്ഷ്യം വഹിക്കുന്നവരാണ് വൈദികരും സന്യസ്തരും. ഇവരെ നമ്മൾ പരിചയപ്പെടുകയാണ് ഡിവൈൻ ഗോളിലൂടെ. ഡിവൈൻ ഗോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. സുവിശേഷ ജ്വാല ഹൃദയത്തിൽ പേറി ദൈവവിളിയുടെ മഹത്വം പ്രഘോഷിക്കുന്ന വൈദികർ, ക്രിസ്തു എന്ന കാരണത്തിനു പിന്നാലെ തീക്ഷ്ണതയോടെ സഞ്ചരിക്കുന്നവർ. ഇത് KCBCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് KCMSന്റെ പ്രസിഡന്റും KCBC റിലീജിയസ് കമ്മീഷന്റെ സെക്രട്ടറിയും OSJ സഭയുടെ ഇന്ത്യൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ ഫാദർ സെബാസ്റ്റ്യൻ യാക്കോബി OSJ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിശുദ്ധി പ്രഘോഷിക്കാൻ ലോകമെങ്ങും പ്രവർത്തിക്കുന്ന OSJ സന്യാസ സഭയുടെ വികാരി ജനറലായും കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായും സേവനം നിർവഹിച്ച യാക്കോബിയച്ചൻ തന്നെ അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മ സ്നേഹത്തെക്കുറിച്ചും അനുദിനം ധ്യാനമാകുന്ന തൻ്റെ ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. നമ്മളോടൊപ്പം ഏറെ ബഹുമാനപ്പെട്ട ജക്കോബിയച്ചൻ തുടരുകയാണ്. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അച്ഛൻ്റെ വ്യത്യസ്തമായ ശുശ്രൂഷകളെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വളരെ ചുരുങ്ങിയ വാക്കുകൾ നമ്മളത് പറഞ്ഞ് അവസാനിപ്പിച്ചു. അച്ഛൻ തന്നെയും അച്ഛൻ്റെ സഭയെയും വിശുദ്ധ യോസേപ്പിതാവിനെയും ഒക്കെ അച്ഛനെങ്ങനെ നോക്കിക്കാണുന്നു എന്നും പറഞ്ഞു വെച്ചു. നമുക്ക് അച്ഛൻ്റെ ശുശ്രൂഷകളെ പറ്റി ഒന്ന് പറയുമ്പോഴേക്കും അച്ഛനെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഒരു സഭയുടെ ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യാൾ എന്നുള്ളതാണ്. അച്ഛൻ ഈ ഒരു ശുശ്രൂഷയെ എങ്ങനെ നോക്കിക്കാണുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ചെറുപ്പകാലം മുതൽ എടുത്തിട്ടുള്ള വലിയൊരു പ്രതിജ്ഞയാണ് മേലധികാരികൾ എന്ത് ചോദിച്ചാലും നോ പറയാതിരിക്കുക, അത് ദൈവത്തിൻ്റെ സ്വരമായിട്ട് മനസ്സിലാക്കുക എന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും. അതുകൊണ്ട് ഈ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളാണ് തീർച്ചയായിട്ടും നമുക്കൊരു പ്രൊവിൻഷ്യാലിനെ നോമിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്വരമായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ കുറവുകൾ, പരിമിതികൾ ഞാൻ ഒരിക്കലും കണക്കിലെടുക്കാറില്ല. കാരണം നമ്മെ വിളിച്ചവൻ നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പോൾ ദൈവം നമ്മളിൽ നിന്നും ഒരു സേവനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിനറിയാം, നമ്മൾ നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ദൈവം ശക്തിപ്പെടുത്തുന്നുള്ള ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ഒരു വിധത്തിലും എനിക്ക് ഭയമില്ല. കാരണം എന്താണ്? കർത്താവിൻ്റെ കരങ്ങളിലാണ്, കർത്താവിനെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിലുള്ള ഉറപ്പ് അച്ഛന് മനസ്സിലായ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടോ? ഒരു സംഭവം പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് 2000 എന്നെ കോൺഗ്രിഗേഷൻ്റെ വികാർ ജനറലായിട്ട് തിരഞ്ഞെടുത്തു എന്ന്. അന്ന് എനിക്ക് 41 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 2000 വർഷം വരെയുള്ള എല്ലാ മേലധികാരികളും എല്ലാം ഇറ്റാലിയൻസ് ആയിരുന്നു. ഒരാളും തന്നെ ഇറ്റലിക്ക് പുറത്തുനിന്ന് ഒരു മേജർ സുപ്പീരിയറായിട്ട് അവിടെ പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു 8 വർഷത്തോളം ഫോർമേഷൻ കാലഘട്ടവും സെമിനാരി പ്രീഫെക്റ്റായിട്ട് സേവനമനുഷ്ഠിച്ചു. എൻ്റെ ഗുരുഭൂതരും സുപ്പീരിയേഴ്സിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വലിയ വലിയ ഫിഗേഴ്സായിരുന്നു അവർ. അപ്പോൾ OSJ സഭ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സഭയാണ്. പല സംസ്കാരങ്ങൾ, പല ഭാഷകളൊക്കെ അറിയണം. അപ്പോൾ ഇത് വലിയ ഉത്തരവാദിത്വങ്ങൾ. എനിക്കാണെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിൽ എലക്ഷൻ വന്നപ്പോൾ ഞാൻ നോ പറയണം ആദ്യം ചെയ്തത്. എനിക്കിത് സാധിക്കില്ല. കാരണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ടല്ലോ മോസസും ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാം പറയുന്ന കാര്യങ്ങളുണ്ട്. അവന് വിടുന്നതായിരിക്കും നല്ലത്, എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഞാനിത് പറഞ്ഞത് എനിക്കിത് സാധിക്കില്ല, കാരണം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ എന്നെ രൂപപ്പെടുത്തിയ 2 ഫോർമർ ജനറൽമാർ ചാപ്റ്ററിലുണ്ടായിരുന്നു. ഇവർ 2 പേരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ജക്കോബിച്ച നോ പറയരുത്, ഞങ്ങളിപ്പോൾ ചാപ്റ്റർ നിർത്തിവെക്കുകയാണ്, നീ പോയി അല്പനേരം പ്രാർത്ഥിക്ക്, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചാപ്റ്റർ തുടരാം. അപ്പോൾ നീ മറുപടി പറഞ്ഞാൽ, നീ എന്ത് മറുപടി പറഞ്ഞാൽ ഞങ്ങളത് സ്വീകരിച്ചേക്കാം.
അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പലിൽ പോയി. എക്സാക്ട്ലി ഞാൻ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നാട്ടിലായിരിക്കുമ്പോൾ 1989 തിരിച്ചു വന്നതിന് ശേഷം KCBC വൊക്കേഷൻ കമ്മീഷൻ്റെ ഒരു മെമ്പറായിരുന്നു. വൊക്കേഷൻ അപ്പോൾ ദൈവവിളികൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ക്യാമ്പുകളും മറ്റതൊക്കെ സംഘടിപ്പിച്ച് എവിടെയെല്ലാം ഈ പരിസരത്ത് ഒരു വൊക്കേഷൻ ക്യാമ്പ് ഉണ്ടോ എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് വൊക്കേഷൻ ഇൻ ദ ബൈബിൾ, ദൈവവിളി വിശുദ്ധ ഗ്രന്ഥത്തിൽ. അപ്പോൾ അബ്രഹാം തുടങ്ങിയുള്ള ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഓരോരുത്തരെയും പ്രസൻറ്റ് ചെയ്ത്, അപ്പോൾ ദൈവവിളിയിൽ നമ്മൾ കാണുന്നത് ദൈവം വിളിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ വരുന്നുണ്ട്. ഇതെനിക്ക് സാധിക്കില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ ശിശുവാണ്, ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻ. അത് പരിശുദ്ധമ്മയുടെ ജീവിതത്തിലും പറയുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഇതെങ്ങനെ സംഭവിക്കും. അപ്പോൾ അവിടുന്ന് അതിന് ദൈവം മറുപടി തരുന്നുണ്ട്, ഞാനാണ് നിന്നെ അയക്കുന്നത്, നീ പൊയ്ക്കോ, ഞാനാണ് നിന്നെ അയക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് നമുക്ക്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചിന്തകൾ അമ്പുകൾ പോലെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ എന്നോട് തന്നെ പറയാണ്, നിനക്ക് ക്ലാസ് എടുക്കാൻ അറിയാൻ പാടുള്ളൂ, പ്രവർത്തിക്കാൻ അറിയത്തില്ല, നിനക്ക് ക്ലാസ് എടുക്കാൻ അറിയാൻ പാടുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ നീ ഒരു വലിയൊരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ നിൻ്റെ ശക്തിയിലാണ് നീ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നീ തിരിച്ചു ചെന്നിട്ട് നീ ക്ലാസ് എടുക്കാൻ പോയാൽ ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് വന്നതോടുകൂടി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഞാൻ അവിടെ തന്നെ അവിടെ നിന്ന് വോളണ്ടറിലി ഫ്രീലി എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഞാനിത് ഏറ്റെടുക്കുകയാണ്. ഇത് വലിയ ഒരു ശക്തിയാണ് എനിക്ക് നൽകിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം വിളിച്ചവരെ ദൈവം ശക്തിപ്പെടുത്തുന്നു. നമ്മൾ എന്തുകൊണ്ടും എന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തു പ്രതിസന്ധികളുണ്ടെങ്കിലും കർത്താവ് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് തരും. ആ സൊല്യൂഷൻ നമ്മൾ പ്രാർത്ഥനയിലൂടെ ഡിസ്കഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ ശ്രവിക്കണം. ദൈവത്തിൻ്റെ സ്വരം എല്ലാവരിലൂടെ നമ്മൾ ശ്രവിക്കണം. ആ സ്വരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും നശിപ്പിക്കാനായിട്ട് ആരും നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും. കർത്താവ് തിരഞ്ഞെടുത്തവരെ കർത്താവ് സംരക്ഷിച്ചു. അപ്പോൾ പ്രോവിൻസിൻ്റെ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും ഇപ്പോൾ KCMSൻ്റെ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും രൂപതയിലെ എപ്പിസ്കോപ്പൽ റിലീജിയസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാനെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. എൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ അച്ഛൻ പറഞ്ഞതിൻ്റെ അകത്ത് വ്യക്തമാണ്, അത് വലിയൊരു തമ്പുരാൻ്റെ സ്നേഹമാണ്. അതായത് ബൈബിൾ മുഴുവൻ എടുത്തു നോക്കുമ്പോഴും നമ്മുടെ ഒരു പെർഫെക്ഷൻ ഒന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒരു യെസ് ആണ്. നീ എൻ്റെ വിളിക്കൊരു പ്രത്യുത്തരം നൽകുന്നുണ്ടോ, ബാക്കി തമ്പുരാൻ, കാരണം തമ്പുരാൻ വിളിച്ചവർ വിശ്വസ്തനാണ്, അവൻ വഴി നടത്തും. നമ്മുടെ ഒരു എന്താ പറയുക, ആ കോളിനുള്ള ഒരു മറുപടി മാത്രമേ തമ്പുരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഇതാ കർത്താവിൻ്റെ ദാസിയുടെ വാക്കുപോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞു, ബാക്കി തമ്പുരാൻ വഴി നടത്തുകയാണ് ചെയ്തത്. അത് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അച്ഛൻ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു വന്നപ്പം അച്ഛൻ തന്നെ പറഞ്ഞ ആ ഒരു KCMS നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണ്, അധികം പരിചിതമില്ലാത്ത വാക്കാണ്. എന്താണ് ആ മേഖലയിൽ അച്ഛൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്? ഇപ്പോൾ KCMS എന്ന് പറയുമ്പോൾ കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് ആണ്. നമ്മളുടെ കത്തോലിക്ക സഭ, കേരളത്തിലെ കത്തോലിക്ക സഭ നമുക്ക് 3 റീത്തുകളുണ്ട്. ഈ 3 റീത്തുകളിലും ധാരാളം സന്യാസ സഭകളുണ്ട്. ഈ സന്യാസ സഭകൾക്ക് ഓരോ പ്രൊവിൻഷ്യൽമാർ അല്ലെങ്കിൽ ജനറൽമാർ, പിന്നെ പ്രൊവിൻഷ്യൽമാർ, അതായത് പ്രോവിൻസ് അല്ലാത്ത കേസിൽ ഡെലഗേറ്റ്സ് എന്ന് നമ്മൾ പറയും, റീജിയണൽ സുപ്പീരിയേഴ്സ് എന്ന് പറയും. അപ്പം അങ്ങനെ ഏകദേശം 480ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ 480ഓളം മേജർ സുപ്പീരിയേഴ്സ് എന്ന് നമുക്ക് പറയാം നമ്മുടെ കേരള കത്തോലിക്ക സഭയിലുണ്ട്. അവരുടെ ഒരു അസോസിയേഷനാണ് ഈ KCMS, അല്ലെങ്കിൽ നമ്മൾ പറയും കേരള CRI ഓഫ് കേരള, കോൺഫറൻസ് ഫോർ റിലീജിയസ് ഇന്ത്യയുടെ കേരള റീജിയൻ്റെ കോൺഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സന്യാസ സഭകളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സന്യസ്തരെ പൊതുവായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവർക്ക് വേണ്ടി ഓൺഗോയിങ് ഫോർമേഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അച്ഛാ, ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞു കേട്ട വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അനേകം വൈദികർക്ക്, വൈദിക വിദ്യാർത്ഥികൾക്ക്, സന്യസ്തർക്കൊക്കെയും ഒരു സ്പിരിച്വൽ ഫാദറായിട്ട്, അവർക്കൊരപ്പനായിട്ട്, അവരെ ഗൈഡ് ചെയ്യുന്ന ഒരാളായിട്ട് അച്ഛൻ വർത്തിക്കുന്നുണ്ട്. അത് പരസ്യമായിട്ട് എവിടെ അച്ഛൻ പറയുന്നില്ല എന്നുള്ളത് വളരെ ബഹുമാനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു മേഖലയിലേക്ക് അച്ഛൻ കടന്നു ചെല്ലാനുള്ള ഒരു കാരണം എന്തുകൊണ്ടെന്ന് പറയാമോ?
ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല അത്. പക്ഷേ സഭ എന്നിൽ നിന്നും ആവശ്യപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓർഡിനേഷൻ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഒരുപക്ഷെ മേലധികാരികൾ എന്നിൽ കണ്ട എന്തെങ്കിലും ആയിരിക്കാം അത്. ഇപ്പോൾ റോമിൽ ഓർഡിനേഷൻ കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ സുപ്പീരിയർ ജനറലിനോട് ആവശ്യപ്പെട്ടത് അവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം, വാർഷിക ധ്യാനം കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആരെന്ത് ചോദിച്ചാലും ഞാൻ നോ പറയില്ല. എൻ്റെ പോളിസി എനിക്കുള്ളതെല്ലാം കൊടുക്കും. പിന്നെ അവരാണ് തീരുമാനിക്കുന്നത് ഈ അച്ഛനെ പിന്നെ വിളിക്കണോ വേണ്ടോ എന്നത്. ആ ഒരു പോളിസി ഇന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്നപ്പോഴും എൻ്റെ സേവനം കോട്ടപ്പുറം രൂപത ഞാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ രൂപതയിലും വരാപ്പുഴ രൂപത, കൊച്ചി രൂപത, അങ്ങനെയുള്ള രൂപതകളിലെല്ലാം ധാരാളം ഫോർമേഷൻ ഹൗസുകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നൊരു കാലഘട്ടമായിരുന്നു ഈ 90 തുടങ്ങിയുള്ള വർഷങ്ങളിൽ. അപ്പോൾ അവർ പലരും, എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, പലരും എന്നോട് സഹായം ആവശ്യപ്പെട്ടിരുന്ന് സ്പിരിച്വൽ ഡയറക്ഷൻ, കുട്ടികളുടെ കൺഫെഷൻ, അവർക്ക് ക്ലാസ്സുകൾ എടുക്കുക, അവർക്ക് ധ്യാനങ്ങൾ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം ഞാൻ പോയി അവർക്ക് സേവനം കൊടുക്കുമായിരുന്നു. ഇന്നും ഇത്രയെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും, പ്രൊവിൻഷ്യലാണെങ്കിലും KCMSൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിലും, ഇന്നും ഞാൻ ആ ഒരു മിനിസ്ട്രി സാധിക്കുന്ന വിധത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അത് സഭയും സഭാധികാരികളും എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസത്തിൻ്റെ ഫലമാണ്. ഞാനതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുനാളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ പറഞ്ഞ അമ്മച്ചിയുടെ ജീവിതത്തിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ സമർപ്പിതരായിട്ടുള്ള വ്യക്തികൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധരായ വൈദികരെ നമ്മൾ ഫോം ചെയ്യണം, വിശുദ്ധരായ സിസ്റ്റേഴ്സിനെ നമ്മൾ ഫോം ചെയ്യണം. അത് എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ളൊരു കാര്യമാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് അച്ഛന്മാരെ പറ്റിയും സിസ്റ്റേഴ്സിനെ പറ്റിയും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അവരെന്തെല്ലാം വീഴ്ചകളുണ്ടെങ്കിലും എനിക്ക് അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ദൈവം വിളിച്ച സമർപ്പിതരാണ്. അവരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുക എന്നത് എൻ്റെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ് തിരുസഭയിൽ എന്നുള്ളൊരു വലിയ ബോധ്യം എന്നുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നത്. അച്ഛൻ പറഞ്ഞതിൽ 2 കാര്യം കൂട്ടിച്ചേർക്കണം. ഒന്ന്, ഓരോ വൈദികരും സന്യാസിയും വിശുദ്ധരും വിശുദ്ധയുമാകുക എന്നുള്ളത് മറ്റു വൈദികൻ്റെ സന്യാസിയുടെ ഉത്തരവാദിത്വം കൂടെയാണ്. രണ്ടാമത്, അത് അൽബായൻ്റെ ഒരു പ്രാർത്ഥനയുടെ കാരണം കൂടെയാണ്. ഓരോ വൈദികരും സന്യാസി വിശുദ്ധരാകാൻ വേണ്ടി അൽബായർ പ്രാർത്ഥിക്കുക കൂടെ വേണം തീർച്ചയായിട്ടും. അച്ഛൻ ഈ പറഞ്ഞപ്പോഴൊക്കെ കുമ്പസാരത്തെ പറ്റി പറഞ്ഞു. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുമ്പസാരത്തെ പറ്റിയാണ്. ഒരു വൈദികൻ എന്ന രീതിയിലും ഒരു കത്തോലിക്ക വിശ്വാസി എന്ന രീതിയിലും അച്ഛൻ ഈ കുമ്പസാരം എന്ന മഹാരഹസ്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? കുമ്പസാരം എന്ന മഹാരഹസ്യം ഈശോമിശിഹ നമുക്ക് സഭയ്ക്ക് നൽകിയ വലിയൊരു ദാനമാണ്. അതൊരു വലിയ ദാനം നമുക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വരപ്രസാദത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാൻ പറ്റാത്ത അക്രൈസ്തവരാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. കുമ്പസാരത്തിൻ്റെ രഹസ്യം, കുമ്പസാരത്തിൻ്റെ ആ രഹസ്യത്തിൻ്റെ ശക്തി എത്രയും വലുതാണ് എന്നുള്ളത്. ഞാൻ ആലുവ സെമിനാറിൽ, ഞങ്ങളുടെ സെമിനാർ ഡയറക്ടറായിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഡിവൈനിൽ കുമ്പസാരിപ്പിക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടെ കുമ്പസാരത്തിന് ഒരുക്കമായിട്ട് ഡയറക്ടർ അച്ഛൻ പറഞ്ഞ് കത്തോലിക്കരായിട്ടുള്ളവർ, വിശ്വാസമുള്ളവർ, മാമോദീസ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അച്ഛാ, ഞങ്ങളുടെ പാപങ്ങൾ ആര് മോചിക്കും? ഞങ്ങളുടെ പാപങ്ങൾ ആര് മോചിക്കും? നിങ്ങൾക്ക് കുമ്പസാരം എന്ന കൂദാശയുണ്ട്. ഞങ്ങൾ ആരുടെ അടുത്ത് പോയിട്ടാണ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത്? അപ്പോൾ ഈ ഒരു വലിയ ദാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും, ഇപ്പം ചിലപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നു ഇവിടെ. ഞാൻ റോമിലായിരിക്കുന്ന അവസരത്തിൽ ഒരു സയൻറ്റിസ്റ്റ് കുമ്പസാരിക്കാൻ വരികയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള സൗകര്യമാണ് കുമ്പസാരക്കൂട്ടിൽ. അപ്പോൾ ഇദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞ്, അച്ഛൻ, ഞാൻ കുമ്പസാരിക്കാൻ വന്നതല്ല, അച്ഛനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കുമ്പസാരത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കുമ്പസാരിക്കാതെ കാര്യങ്ങൾ പറയാമെന്ന്. പക്ഷെ എനിക്ക് കുമ്പസാരത്തിൽ വിശ്വാസമില്ല അച്ഛാ. ഞാനൊരു വലിയ പാപിയാണ്, ദൈവം എൻ്റെ പാപങ്ങളൊന്നും ക്ഷമിക്കില്ല. അപ്പോൾ ഇയാളോട് ഞാൻ കുറേ സംസാരിച്ചിട്ടും ഇയാൾക്ക് ആ ഒരു കൺവിക്ഷൻ വരുന്നില്ല ഇതിൽ. അവസ്ഥ ഞാൻ ചോദിച്ചത്, സാറ് സയൻറ്റിസ്റ്റാണല്ല,
കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് അല്ലേ, നമ്മൾ കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്തിടുന്നു. പക്ഷെ അത് ഒറ്റ ഡിലീറ്റ് കൊണ്ട് നമുക്ക് ഒറ്റ ഇതിൽ നമ്മൾ കുത്തിക്കൊണ്ട് കംപ്ലീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയില്ല. അത് സാറ് വിശ്വസിക്കുന്നുണ്ട്? മോഡേൺ ടെക്നോളജിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ദൈവത്തിന് ആ ഒരു സെക്കൻഡ് പോലും വേണ്ട സാറ് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട്. ഇതാണ് കുമ്പസാരത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുക. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ദൈവം നൽകിയ വലിയൊരു ദാനം. കാരണം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയതെല്ലാനും ദൈവം ഒന്നും ഓർക്കാതെ കംപ്ലീറ്റ് മായിച്ചു കളഞ്ഞ് നമ്മളെ വിശുദ്ധരാക്കി സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്ന ഒരു കൂദാശയാണ്. അപ്പോൾ ആ കൂദാശയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് തന്നെയാണ് ഈ ഒരു അധികാരം അപ്പോസ്തലന്മാർക്ക് നൽകിയത്. നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. അത് സഭയ്ക്ക് മാത്രം ഈശോ നൽകിയ ഒരു അധികാരമാണ്. തീർച്ചയായിട്ടും. കാരണം കുമ്പസാരത്തിൻ്റെ ഒരു വിശുദ്ധിയെ പറ്റിയും അതിൻ്റെ ഒരു ഭംഗിയെ പറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്നവർ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് വീണ്ടും വരുമ്പോഴേക്കും കോട്ടപ്പുറം രൂപതയോട് ചേർന്ന് പ്രത്യേകിച്ച് രൂപതയുടെ വികാരി ജനറൽ പോസ്റ്റിലേക്ക് അഭിവന്ധ്യ പിതാവ് നിയമിച്ചനുസരിച്ച് അച്ഛൻ 3 വർഷത്തോളം സേവനം ചെയ്തു. ആ ഒരു സേവന മേഖലയെ പറ്റി ഒന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ് ആരെന്ത് ചോദിച്ചാലും ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരിക്കലും ഞാൻ ഒന്നും ഭയപ്പെടാറില്ല. പിന്നെ കോൺഗ്രിഗേഷൻ്റെ ഒരു കാര്യസവുമാണ് ഏതെല്ലാം വിധത്തിൽ ഒരു മെത്രാൻ വിഷമിക്കുന്നു അല്ലെങ്കിൽ ഒരു രൂപത വിഷമിക്കുന്നു ആ രൂപതയെ സഹായിക്കുക എന്നത്. ആ വിധത്തിൽ കാരിക്കശ്ശേരി പിതാവ് എൻ്റെ മേജർ സുപ്പീരിയേഴ്സിനോട് ആവശ്യപ്പെട്ടു, അച്ഛനെ കുറച്ച് വർഷത്തേക്ക് വികാർ ജനറലായിട്ട് തരണം. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രൂപതയുടെ അധികാരത്തിലിരിക്കുക എന്നത് അത്രക്കും എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് തീർത്തു പറയാനായിട്ട് സാധിക്കും. കാരണം പല വിധത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നുണ്ട് മെത്രാന്മാർ, രൂപതയിൽ പ്രവർത്തിക്കുന്ന വികാർ ജനറൽമാർ. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഈ സഭയിൽ ഐക്യം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. വൈദികരും അൽമായരും തമ്മിലുള്ള ഐക്യം, അൽമായരും വൈദികരും മെത്രാനും തമ്മിലുള്ള ഐക്യം. ആ ഒരു ഐക്യത്തിലേക്ക് വരുമ്പോഴാണ് ഈശോ പ്രാർത്ഥിച്ചില്ലേ എല്ലാവരും ഒന്നായിത്തീരുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ. അപ്പോൾ നമുക്കിന്ന് സഭയിൽ ആവശ്യമായിട്ടുള്ള വലിയൊരു കാര്യം ഈ ഒരു ഐക്യത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരാൻ. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിത്തീരുന്നതിന് ഞാൻ പറയാം. ഇതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ നയിക്കുന്നത് തീർച്ചയായിട്ടും വൈദികരെന്ന നില അവരെടുക്കുന്ന അനുസരണവ്രതം. ഓർഡിനേഷൻ്റെ സമയത്ത് ഓരോ വൈദികനും അനുസരണം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ അനുസരണം നമ്മൾ ദൈവത്തോട് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. അപ്പോൾ അനുസരണമാണ് ഈ സഭയെ ഐക്യത്തിൽ പിടിച്ചു നിർത്തുന്നത്. അനുസരണക്കേട് എവിടെയുണ്ടോ അവിടെ നമുക്ക് ഐക്യം നഷ്ടപ്പെടും. അത് ഏത് രൂപതയായാലും സഭയായാലും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സഭയുടെ ഏറ്റവും വലിയ ഭംഗി ഇത് കൃത്യമായ ഹൈറാർക്കിയിൽ കൃത്യമായ ചട്ടക്കൂട്ടിൽ മുന്നോട്ട് പോകുന്നത് എല്ലാവരും വൈദികരും സന്യസ്തരും അൽമായരും ഒക്കെ ദൈവത്തിന് വാഗ്ദാനം ചെയ്യുന്ന ഒരു അനുസരണം തന്നെയാണ്. ഇത് വളരെ ഭംഗിയുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുമ്പം തീർച്ചയായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒന്നും പെർഫെക്റ്റായിട്ടൊന്നും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവില്ല. ഇത്തരം സന്ദർഭങ്ങളെ അച്ഛൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിലും കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ മാനുഷികമായ ബലഹീനതകളിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, റിസൈൻ ചെയ്ത് അങ്ങോട്ട് പോകാം. അപ്പോൾ അതിന് എൻ്റെ മുന്നിൽ ഒരു വലിയ ജീവിത സാക്ഷിയായിട്ട് നിൽക്കുന്ന ജോൺ പോൾ സെക്കൻഡാണ്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ. അപ്പോൾ ഞാൻ റോമിലായിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ചില വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ വത്തിക്കാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്. കാരണം ഞാനീ പറഞ്ഞ മാതിരി നമ്മളൊരു രൂപതയിലായാലും അല്ലെങ്കിൽ റോമിൽ ഡിക്കാസ്റ്ററി എന്ന് പറയും, ഓരോ കോൺഗ്രിഗേഷൻ ഫോർ റിലീജിയസ്, കോൺഗ്രിഗേഷൻ ഫോർ എഡ്യൂക്കേഷൻ, കോൺഗ്രിഗേഷൻ
കാനോനൈസേഷൻ. ഇങ്ങനെ ഡിക്കാസ്ട്രി കാർഡിനലായിരിക്കും ഹെഡ്. അതിൻ്റെ തിരുസംഘങ്ങൾ കാർഡിനല് പ്രസിഡൻ്റായിട്ടുണ്ടാവും. അതിൽ സെക്രട്ടറിമാർ, ആർച്ച് ബിഷപ്സ്, ബിഷപ്സ്, മോൺസിഞ്ഞോർമാർ 10-50 പേര് ഒരു തിരുസംഘത്തിൽ പ്രവർത്തിക്കും. ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടും അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി, കൾച്ചർ, ലാംഗ്വേജ്, ആശയങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാർഡിനൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഈ മനുഷ്യന്. ഈ കാർഡിനലിന് ഈ തിരുസംഘത്തെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ജോൺ പോൾ രണ്ടാമന് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി പിതാവിൻ്റെ അടുത്ത് പോവുകയാണ്. പിതാവ് അവസാന കാലഘട്ടത്തിലാണ്, പാർക്കിൻസൺസൊക്കെ വന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ജോൺ പോൾ സെക്കൻഡിൻ്റെ അടുത്ത് ഇദ്ദേഹം പോയി എല്ലാം സംസാരിച്ച് റെസിഗ്നേഷൻ കൊടുക്കാനായിട്ട് പോയപ്പോൾ ജോൺ പോൾ സെക്കൻഡ്, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് കാർഡിനലിന് ചോദിച്ച്, ഞാൻ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്? അതായത് ഒരു തിരുസഭയുടെ തലവനാണ് മാർപ്പാപ്പ. ഈ മാർപ്പാപ്പക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, സഹനങ്ങൾ എന്തൊക്കെയാണ്, ആരുടെ മുന്നിലാണ് അദ്ദേഹം റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കാർഡിനൽ റെസിഗ്നേഷൻ ലെറ്റർ പിതാവിൻ്റെ വാങ്ങിച്ച് കീറി പോക്കറ്റിലിട്ടിട്ട് സ്തുതി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏത് ഒരു രൂപതയായിരുന്നാലും, ഒരു സന്യാസ സഭയായിരുന്നാലും, ഒരു സമൂഹമായിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം ഞാനത് എടുക്കുന്നത് എൻ്റെ വിശുദ്ധീകരണത്തിനും എൻ്റെ പരിപൂർണതയ്ക്കും വേണ്ടി കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് എൻ്റെ വിശുദ്ധീകരണം? എൻ്റെ പരിപൂർണത. എനിക്ക് ഇനിയും കുറവുകളുണ്ട്. എനിക്കെന്തുകൊണ്ട് ഒരു വൈദികനെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? എനിക്കെന്തുകൊണ്ട് ഒരു ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നു? അവനായിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാനുള്ള എൻ്റെ കുറവ് കൊണ്ടല്ലേ? അപ്പോൾ ദൈവം ആ ഒരു അവസരം എനിക്ക് തരുന്നത്, എന്നോട് ദൈവം പറയുന്നത്, നീ ഇനിയും എളിമപ്പെടാനുണ്ട്, നീയും ഇനിയും ക്ഷമ അഭ്യസിക്കാനുണ്ട്, നീ ഇനിയും കാരുണ്യം കാണിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. എന്നെ വിശുദ്ധീകരിക്കാനായിട്ട് കർത്താവ് കുറേ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു. കുറേ വ്യക്തികൾ എൻ്റെ അടുത്തേക്കുന്നു. പ്രൈസ് ദി ലോർഡ് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം അതുകൊണ്ട് എനിക്ക് വലിയ ശാന്തിയും സമാധാനവും, എന്തെല്ലാം കോളിളക്കങ്ങളാണെങ്കിൽ സുഖമായിട്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നുണ്ട്. ക്രൂശിതനു പിന്നാലെ ഒരു ബലിയായി യാത്ര ചെയ്യുന്ന ഇത്തരം വൈദികരുടെ സമർപ്പണം തിരുസഭയുടെ മഹത്വമാകുന്നു. ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ തികഞ്ഞ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന യാക്കോബിയച്ചൻ അതിനാൽ തന്നെ അനേകർക്ക് മാതൃകയാകുന്നു. നിതാന്തമായ പ്രാർത്ഥനയും വചനധ്യാനവും അതിന് കരുത്തു നൽകുന്നു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ക്രൂശിതന്റെ മുറിവേറ്റ കരം തന്നെ ശക്തിപ്പെടുത്തുന്നു എന്ന് യാക്കോബിയച്ചൻ പങ്കുവയ്ക്കുന്നു. അച്ഛൻ പറഞ്ഞതിൻ്റെ അകത്ത് വലിയൊരു സമർപ്പണമുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും വളരെ പോസിറ്റീവായിട്ട് തമ്പുരാനോട് ചേർന്ന് നേരിടാനുള്ള വലിയൊരു തിയോളജിയൊക്കെ അതിൽ തന്നെ ഉണ്ട്. അച്ഛനിങ്ങനെ ഇത് പറഞ്ഞു വയ്ക്കുന്ന ആൾ മാത്രമല്ല, ഇതിനെ ഈശോയുടെ കാര്യത്തെയൊക്കെ പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സമർപ്പിത വർഷത്തിലൊരു 12 കുടുംബങ്ങൾ കത്താടിയായിട്ട് അവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ നേതൃത്വം വഹിക്കാനും കൂടെ അച്ഛന് സാധിച്ചത്. ഒരുപാട് സന്തോഷത്തോടെ ആ പ്രവൃത്തിയെ ഓർക്കുവടച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഓരോ വൈദികൻ്റെ ജീവിതവും ബലിയിൽ കേന്ദ്രീകൃതമാണ്. മുറിയപ്പെടാനും മുറിയപ്പെടുന്ന ഓസ്തി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും സ്വന്തം ജീവിതം ആ കുർബാനയുടെ രൂപപ്പെടുത്താനും ഒക്കെയാണ് ഓരോ വൈദികരും വിളിക്കപ്പെടുന്നത്. എത്രമാത്രം വിശുദ്ധ കുർബാന അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്? അതെ, ഞാൻ എൻ്റെ ദൈവവിളിയെ പറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത്, എൻ്റെ ദൈവവിളി വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. ഒരു വലിയൊരു ആകർഷണം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരുപക്ഷേ ആരും വിശ്വസിക്കുകയില്ല ഞാനിത് പറയുന്നത്. ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം കാരണം കൂടാതെ ഒരു കുർബാന പോലും ഞാൻ ഇന്ന് വരെ മുടക്കിയിട്ടില്ല. അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പൗരോഹിത്യം സ്വീകരിച്ചിട്ടും കാരണം കൂടാതെ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കിപ്പോൾ 2-3 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് കുർബാന ചെല്ലാനായിട്ട് സാധിച്ചില്ല. ഒരു 11 വർഷം മുമ്പ് ബൈപ്പാസ് സർജറി ഉണ്ടായിരുന്നു, ഒരാഴ്ച കുർബാന ചെല്ലാൻ സാധിച്ചില്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലോങ് ട്രാവലിങ്, 2-3 ദിവസം ട്രെയിൻ യാത്ര,
അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും കുർബാന അർപ്പിച്ചു. എക്സാക്റ്റ്ലി എൻ്റെ ആദ്യ കുർബാന തുടങ്ങി ആദ്യം ആസ് പ്രീസ്റ്റ് ഇന്ന് വരെയും ഞാൻ അർപ്പിച്ച കുർബാനകൾ ഡേറ്റ്, സ്ഥലം, നിയോഗം വെച്ച് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഒരു 15,570 കുർബാനയാണ് ഞാൻ ഇന്ന് അർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ സഭയുടെ വികാരി ജനറൽ എന്ന നിലയിൽ ലോകം മുഴുവൻ എന്ന് വെച്ചാൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയിട്ടുണ്ട്, സഭയുടെ പ്രോവിൻസുകളുള്ള സ്ഥലങ്ങളിലൊക്കെ. അതിൽ ഹോളി ലാൻഡിൽ ഒരു മാസം ഉണ്ടായിരുന്നു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ജീവിതം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആധ്യാത്മികത എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാളിൽ കിട്ടിയത് ഞാൻ ഇപ്പോഴും അമ്മയെ ഓർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വൈദികരെ പറ്റിയുള്ള കുറ്റം പറച്ചിലൊന്നും അമ്മ. അപ്പോൾ അമ്മ ഇപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, വൈദികർക്ക് എന്തു കുറവുണ്ടെങ്കിലും എനിക്ക് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം വേണം, എനിക്ക് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം. ഇത് കേട്ടിട്ടാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ കുർബാനയില്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം ഞാനും പ്രൊവിൻഷ്യൽ എന്ന നിലയിൽ ചിലപ്പോൾ ഒക്കെ വളരെ നേരത്തെ യാത്രക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ 4 മണിക്ക് യാത്ര തുടങ്ങും, 3 മണിക്ക് യാത്ര തുടങ്ങും. അങ്ങനെ യാത്ര തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുർബാന ചൊല്ലിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുള്ളൂ. കാരണം അത് നമ്മുടെ ജീവിതത്തിലെ സമർപ്പണ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപര കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതം ഈശോ മുറിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പം നമ്മളുടെ സമർപ്പണ ജീവിതത്തിനുള്ള എല്ലാ സ്രോതസ്സും ഊർജം മുഴുവനും അനുദിനം നമുക്ക് കിട്ടുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്ന്. വൈദികനായിട്ട് ഏകദേശം 35 വർഷം, ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് എങ്ങനെ പോയാലും ഒരു 50 വർഷത്തിന് അടുത്തായിട്ടുണ്ട്. ഇത്രയും ദിവസങ്ങൾ ഇത്രയും വർഷങ്ങൾ വിശുദ്ധ കുർബാന കാരണം കൂടാതെ മുടക്കിയിട്ടില്ല എന്ന് പറയും. ഡൊമിനിക് സാവയോയുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. ഡൊമിനിക് സാവയോ അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ ആനവാതിക്കൽ വന്ന് ആർത്തിയോടെ വിശുദ്ധ കുർബാന നോക്കുമ്പോൾ കപ്പ്യാര് പോലും പേടിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റെന്തോ ആണെന്ന് കരുതി. ആ ഒരു തീക്ഷ്ണത ഇന്ന് വച്ചൊക്കെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കുർബാനയുടെ എണ്ണം പോലും എഴുതി വയ്ക്കുന്നത്. ഒരുപാട് സന്തോഷമാണ് അച്ഛൻ്റെ ഈ ഒരു വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കാണുമ്പോൾ. അച്ഛാ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചോദിച്ചറിയും. അച്ഛൻ്റെ വിളിയെപ്പറ്റിയും അച്ഛന് പുതിയ കുട്ടികളോട്, പുതിയ വൈദിക വിദ്യാർത്ഥികളോടൊക്കെ എന്താണ് പറയാനുള്ളത് എന്നതിനെ പറ്റിയൊക്കെ നമുക്കറിയാറുണ്ട്. അച്ഛാ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. തിരുസഭയുടെ സൗന്ദര്യമാകുന്ന ദൈവവിളികൾ. ക്രിസ്തുവിനെ പിന്തുടർന്ന് മറ്റൊരു ക്രിസ്തുവാകുന്നവർ, കർത്താവിൻ്റെ സുവിശേഷ വയലിലെ തീക്ഷ്ണതയാർന്ന വേലക്കാർ. ദൈവവിളിയുടെ വിശുദ്ധി തിരിച്ചറിയുന്ന ഇത്തരം സമർപ്പണമുള്ളവരുടെ പങ്കുവയ്ക്കലുകൾ തുടരും. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും.